എന്നിട്ട് നിന്റെ നോട്ട് ബുക്കിൽ ഇങ്ങനെ ആദ്യത്തെ കാര്യം എഴുതിക്കോ. ഒരു മനുഷ്യ വ്യക്തിയിൽ 5 മേഖലകളുണ്ട്. ഒരു മനുഷ്യ വ്യക്തിയിൽ 5 മേഖലകളുണ്ട്. ഈ 5 മേഖലകളിലെ ഒന്നാമത്തെ മേഖല ആത്മാവിൻ്റെ മേഖല, രണ്ടാമത്തെ മേഖല മനസ്സിൻ്റെ മേഖല, മൂന്നാമത്തെ മേഖല ശരീരത്തിൻ്റെ മേഖല, നാലാമത്തെ മേഖല സ്വഭാവത്തിൻ്റെ മേഖല, അഞ്ചാമത്തെ മേഖല ജീവിതത്തിൻ്റെ മേഖല. പ്രൈസ് ലോർഡ്. ഇതാ നോക്ക്. 1 ആത്മാവ്, 2 മനസ്സ്, 3 ശരീരം, 4 സ്വഭാവം, 5 ജീവിതം. ഇനി ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. ഈ 5 കാര്യങ്ങളുണ്ടോ? പറയ്. ഉണ്ട്. ഈ 5 മേഖലകളും ഉള്ള വ്യക്തിയാണ് ഒരു മനുഷ്യ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ ഏതാന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് രണ്ടാമത്തേതാണ് മനസ്സ്. ഈ മനസ്സും ഒന്നാമത്തേതാ ആത്മാവും. മനസ്സും ആത്മാവും വളരെയധികം ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് മുറിവേറ്റ മനസ്സാണെങ്കിൽ ഈ മുറിവേറ്റ മനസ്സ് എൻ്റെ ആത്മാവിനെ മുറിപ്പെടുത്തും. എങ്ങനെയാണ് ആത്മാവ് മുറിപ്പെടുന്നത്? മനുഷ്യൻ്റെ ആത്മാവ് മുറിപ്പെടുന്നത് പാപം വഴിയായിട്ടാണ്. അപ്പം എൻ്റെ മനസ്സ് മുറിവേറ്റ മനസ്സാണെങ്കിൽ എന്നെ പാപം ചെയ്യാൻ നിർബന്ധിക്കും, എന്നെ പാപത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ മുറിവ് സുഖം പ്രാപിക്കണം. എന്നാലേ ആത്മാവിൽ മുറിവേൽക്കാതെ ജീവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ 5 കാര്യങ്ങളിൽ മരണമില്ലാത്തത് ഏതിനാ? ആത്മാവിനാണ് മരണമില്ലാത്തത്. എന്താണ് ആത്മാവ്? എഴുതിക്കൂ. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനാണ് മനുഷ്യൻ്റെ ആത്മാവ്. ദൈവം മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ, ഈ ദൈവത്തിൻ്റെ ജീവനാണ് മനുഷ്യൻ്റെ ആത്മാവ്. അപ്പോൾ എന്നിൽ ഉള്ളത് ദൈവത്തിൻ്റെ ജീവനാണ്. ഈ ദൈവത്തിൻ്റെ ജീവന് ഒരിക്കലും മരണമില്ല. ഈ ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ കുടികൊള്ളുന്നതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ജീവനായ ആത്മാവ് എന്നും ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ആനന്ദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, എന്നെ ശ്രദ്ധിച്ച്, എൻ്റെ ആത്മാവ് പാപം ചെയ്യാതെ പരിശുദ്ധിയിലാണെങ്കിൽ നിരന്തരം എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റും? ദൈവത്തോട് സംസാരിക്കും. ആരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും? പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു മനുഷ്യ വ്യക്തിയിലെ ആത്മാവ് നിരന്തരം ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഈ വ്യക്തിക്ക് സ്വർഗീയമായ ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും, ദൈവികമായ വെളിപ്പെടുത്തൽ ലഭിക്കൊണ്ടിരിക്കും, ദൈവിക സത്യങ്ങളും രഹസ്യങ്ങളും ഈ വ്യക്തിക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ഭൂമിയിലായിരുന്ന നാളുകളിൽ പാപം ചെയ്യാതെ ജീവിച്ചപ്പോൾ ആ ജീവിച്ച വ്യക്തികൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരാക്കി മാറ്റി? തിരുസഭ വിശുദ്ധരാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ വിശുദ്ധരായിട്ട് പാപം ചെയ്യാതെ ജീവിച്ച വ്യക്തികൾ, ആ വ്യക്തികൾക്ക്, വിശുദ്ധർക്ക് അതാണ് ജീവിച്ചിരുന്ന ആളുകൾ ദൈവിക ദർശനങ്ങളും ദൈവിക വെളിപ്പെടുത്തലും ദൈവികമായ കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ വിശുദ്ധർക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തു. എനിക്കും ഇതുപോലെ എന്തു ചെയ്യും? കിട്ടും. എന്തു ചെയ്യണം? ഞാൻ ഈ ധ്യാനത്തിൽ ഒരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയോ? ഇന്നലകളിലെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെല്ലാം സുഖപ്പെട്ടു, എൻ്റെ ആത്മാവിലെ പാപക്കറകളെല്ലാം മാറി പാപം ചെയ്യാതെ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ, അപ്പം അച്ഛാ എനിക്കിപ്പോൾ 55 വയസ്സായി, ഞാൻ ഈ 55 വയസ്സിൽ കുറെ പാപം ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി എനിക്ക് പറ്റുമോ? പറ്റും. അതായത് നീ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ നിനക്ക് എത്ര വയസ്സാണോ, ഇന്നലകളിലെ വയസ്സിൽ നീ ചെയ്ത പാപത്തിൻ്റെ കണക്കൊന്നിന് കർത്താവ് കൂട്ടിയല്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ കണ്ടില്ലേ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറഞ്ഞ സമാധാനത്തിൽ ഒറ്റ കാര്യം, ഇനിമേൽ പാപം ചെയ്യരുത്. അവൾ പിന്നീട് പാപം ചെയ്യാതെ ജീവിച്ചെങ്കിൽ അവളെ കർത്താവ് ആരാക്കിയിട്ടുണ്ട്? അപ്പൊ എനിക്ക് വലിയൊരു ഉറപ്പ് തരിക. എന്താ ഉറപ്പ് തരുന്നത്? നിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ വർഷം എത്രയായാലും ആ കഴിഞ്ഞു പോയ വർഷങ്ങൾ നീ ചെയ്ത പാപത്തിൻ്റെ കണക്കൊന്നും കർത്താവ് നോക്കിയല്ല. നീ ഈ ധ്യാനത്തിൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്ത് വിശുദ്ധിയിൽ ജീവിച്ചാൽ നിനക്ക് ആരാകാൻ പറ്റും?
വിശുദ്ധനും വിശുദ്ധിയാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശിൻ്റെ വലതുവശത്ത് ഒരു കള്ളൻ കടന്നുവശത്ത് കടന്ന കള്ളൻ അവനൊരു സത്യം തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചറിഞ്ഞ സത്യം എന്നറിയാവോ? ഞാൻ ഇന്ന് വരെ യേശുവിനെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്തത്, അതുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇന്ന് ഞാനിതാ ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞ അവൻ എന്ത് ചെയ്യുന്നറിയോ? ആ സത്യം തിരിച്ചറിഞ്ഞ അവൻ ഈശോയിലേക്ക് നോക്കിയിട്ട് 2 കാര്യം അവൻ പറഞ്ഞു. എന്നാൽ ഈശോയിലേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, ഇനി എനിക്ക് ജീവിക്കാനായിട്ടൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അത് പറ നിൻ്റെ കൂടെ ആയിരിക്കണം. എനിക്ക് ജീവിക്കാനായിട്ടൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അത് നിൻ്റെ കൂടെ ആയിരിക്കണം. ഈശോൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ പാപം ചെയ്യാൻ പറ്റുമോ? പറ ഇല്ല. അപ്പം നിൻ്റെ കൂടെ ആയിരിക്കണം. രണ്ടാമത്തെ എന്താണെന്നറിയാം? ഇനി എനിക്ക് ജീവിക്കാനായിട്ടൊരു രാജ്യം കിട്ടുകയാണെങ്കിൽ, ജീവിക്കാനായിട്ടൊരു രാജ്യം വേണം. ആ രാജ്യം കിട്ടുകയാണെങ്കിൽ നിൻ്റെ രാജ്യത്തിലായിരിക്കണം. ഇതാ 2 കാര്യങ്ങൾ അവൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു തീർന്നില്ല. ഈശോ ഉടനെ അവന് കൊടുത്ത ഉത്തരമാണ് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനം. എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ആ സമയത്ത് അവനെന്നും ഈശോടൊപ്പമായിരിക്കാനുള്ള ബോധ്യം കിട്ടി. അപ്പം എന്താണെന്നറിയാവോ? അവന് കൊടുത്ത അതേ അനുഭവം, അതവന് കൊടുത്ത അതേ ഉറപ്പ് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് എനിക്കും കിട്ടുന്നു. അപ്പൊ ധ്യാനം കൂടാൻ വന്നത് നന്നായോ? വന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് ചെയ്യണം? തീരുമാനമെടുത്ത് ജീവിക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ചിന്തിക്കുക, അതായത് ഇപ്പം എത്ര വയസ്സാണോ, ഈ വയസ്സിൽ ഇന്ന് മുതൽ നീ തീരുമാനമെടുത്ത് പാപം ചെയ്യലെന്ന്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയി അങ്ങനെ പാപം ചെയ്യാതെ ജീവിച്ചു. ഒരു ദിവസം എന്ത് ചെയ്യും? മരിക്കുകയല്ലേ? മരിക്കോ ഇല്ലയോ? മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം ശവമാവും. ആണോ? അതെ. ഇപ്പം നോക്കൂ, ഇപ്പം ഉണ്ടല്ലോ മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്ന തടത്തിലച്ചൻ. ഈ തടത്തിലച്ചൻ മരിച്ചെന്ന് വിചാരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? തടത്തിലച്ചൻ എപ്പോഴാണ് അടക്കണം ചോദിക്കല. എന്താകും? ശവം എപ്പോഴാണ് അടക്കുള്ളൂ ചോദിക്കും. ഹല്ലേലൂയ. എന്താ കാര്യം? ദൈവത്തിൻ്റെ ജീവനായ ആത്മാവ് പോയി. അപ്പം ഞാൻ വെറും ശവായി. അപ്പം ഞാൻ എന്താ മനസ്സിലാക്കണമെന്നറിയോ? എൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന നാളുകളിൽ ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചാൽ, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ ഈ ശരീരത്തെ എന്ത് ചെയ്യും? കുഴിച്ചിടുമ്പോൾ പുഴു ഏറ്റവും ആദ്യം അന്വേഷിച്ച് വരുന്നത് എന്താണെന്നറിയോ? ഈ വ്യക്തി പാപം ചെയ്തിട്ടുണ്ടോ? പാപം ചെയ്യാത്ത ശരീരത്തെ ആർക്ക് തൊടാൻ പറ്റിയല്ല? പുഴുവിന് തൊടാൻ പറ്റാത്ത ശരീരം എന്തായി മാറും? പുഴു തൊടാത്ത ശരീരത്തിൻ്റെ പേരാണ് തിരിശേഷിപ്പ്. ഹല്ലേലൂയ. പുഴു തൊടാത്ത ശരീരം തിരിശേഷിപ്പായാൽ ഈ തിരിശേഷിപ്പിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ? അയ്യോ, അൽഫോൻസാമ്മയുടെ തിരിശേഷിപ്പ് കിട്ടിയായിരുന്നെങ്കിൽ ആഗ്രഹമില്ലേ? അതെ. അപ്പോൾ എന്താ അറിയോ? അന്തോണീസിൻ്റെ തിരിശേഷിപ്പിൽ ഏറ്റവും അഴുകാതിരുന്നത് ഏതാ? പറയും. നാവ്. എന്തോ നാവ് കൊണ്ട് പാപം ചെയ്യാതിരുന്നപ്പോൾ ഈ നാവിന് പുഴുവിനെ തൊടാൻ പറ്റില്ല, പുഴുവിന് നാവിനെ തൊടാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എൻ്റെ ശരീരം പാപം ചെയ്യാത്ത ശരീരമാണെങ്കിൽ ഈ പാപം ചെയ്യാത്ത ശരീരത്തിൽ പുഴു തൊടാത്ത ശരീരം എന്തായി മാറും? തിരിശേഷിപ്പായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയുടെ പേരെന്താ? വിശുദ്ധ അൽഫോൻസാമ. ഈ അൽഫോൻസാമയുണ്ടല്ലോ, അൽഫോൻസാമ ജീവിച്ചിരുന്ന നാളുകളിൽ ശരീരത്തിൽ ഒത്തിരി സഹിച്ചു. അപ്പോൾ തൻ്റെ കുറ്റങ്ങളും കുറവുകളെല്ലാം ആ സഹനത്തോട് ചേർത്ത്, ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ കുറ്റപ്പെടുത്തിയോ കളിയാക്കിയോ വേദനിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കുറ്റപ്പെടുത്തൽ, കളിയാക്കൽ, വേദന അത് ഞാൻ ഉള്ളിൽ സ്വീകരിച്ചാൽ എൻ്റെ മനസ്സ് മുറിയും. കുറ്റപ്പെടുത്തൽ, കളിയാക്കൽ, താഴ്ത്തിക്കെട്ടൽ, ഒറ്റപ്പെടുത്തൽ, ഇങ്ങനെ മനുഷ്യ വ്യക്തികളുടെ വ്യത്യസ്തമായ വാക്കുകളും പെരുമാറ്റവും എൻ്റെ മനസ്സിൽ ഞാൻ സ്വീകരിച്ചാൽ മനസ്സെന്ത് ചെയ്യും? മുറിയും. എന്നാൽ ഞാൻ മനസ്സിലാക്കണം എന്താ അറിയോ? ഒറ്റപ്പെടുത്തലിനും കുറ്റപ്പെടുത്തലിനും കളിയാക്കലിനും അപമാനത്തിനും നിന്ദനത്തിനെല്ലാം വിലയുണ്ട്. എന്തുണ്ട്? വിലയുണ്ട്. ഈ വില കിട്ടണം എന്ത് ചെയ്യണം? ഈ വില കിട്ടണം ഞാൻ ഉള്ളിൽ സ്വീകരിച്ചാൽ മുറിവായി മാറും. എന്നാൽ വില കിട്ടണമെങ്കിൽ വില തരുന്നവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അതാരാ? ഈശോ. അതെന്താ ഈശോയുടെ പ്രത്യേകത?
ഈശോനെ ഏത് മനുഷ്യ വ്യക്തിയേക്കാളും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത്, കളിയാക്കിയത്, അപമാനിച്ചത്, നിന്ദിച്ചത്, താഴ്ത്തിക്കെട്ടിയത്, ഇല്ലാത്ത കാര്യം മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? പറയൂ, ഈശോനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ ഈശോയുടെ മുറിവിനോട്, അപമാനത്തിനോട്, നിന്ദനത്തോട്, കുറ്റപ്പെടുത്തലിനോട്, കളിയാക്കലിനോട് നീ നിന്റെ അനുദിന ജീവിതത്തിൽ ചിലപ്പോൾ ഭർത്താവിൽ നിന്നാകാം, ഭാര്യയിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, സഹോദരങ്ങളിൽ നിന്നാകാം, ആരിൽ നിന്ന് കിട്ടിയാലും ആ കിട്ടുന്നതിന് വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ വിലയുള്ളവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, അത് മുറിവല്ല, അവ ഓരോന്നും വിശുദ്ധിക്കുള്ള അടയാളമായി മാറും. പ്രൈസ് ദി ലോർഡ്. എന്തിനുള്ള അടയാളമായി മാറും? ഇത് ആർക്ക് മനസ്സിലായി? അൽഫോൻസാമയ്ക്ക് മനസ്സിലായി. അൽഫോൻസാമയ്ക്ക് മനസ്സിലായിട്ട് അൽഫോൻസാമ എന്ത് ചെയ്യുന്നറിയോ? അവരുടെ രോഗം, അവർക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട്. എനിക്ക് കാര്യമായിട്ട് ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളുള്ളതുകൊണ്ട് ആ മെത്രാനച്ഛൻ്റെ രോഗത്തെ, സഹനത്തെ എനിക്ക് തന്നേക്ക്, ഞാൻ ഏതായാലും കിടക്കുക. പിന്നെ ആ അച്ഛൻ്റെ, ആ മതൻ്റെ, അവരുടെ എല്ലാ വേദനയും രോഗവും മുറിവൊക്കെ എനിക്ക് തന്നേക്ക്. എന്താ ചോദിച്ചു മേടിക്കാൻ കാരണം? അൽഫോൻസാമ അതിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മുഴുവൻ ചോദിച്ചു മേടിച്ചിട്ട് ആരുടെ കരത്തിൽ കൊടുത്തു? ഈശോയുടെ കരത്തിൽ കൊടുത്തു. അങ്ങനെ ഈശോയുടെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം തൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് കാരണമായി തീർന്നു. തൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് കാരണമായി തീർന്ന ഈ അൽഫോൻസാമയുണ്ടല്ലോ, ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് പോയി. അപ്പോൾ ഈ ശരീരം എവിടെ കിടന്നത്? ശരീരം കിടന്നത് പായിലാണ്, രോഗാവസ്ഥയിൽ കിടന്നു. അപ്പോൾ ഒന്നുണ്ടല്ലോ, ഈ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ ഉണ്ടായിരുന്ന പായെല്ലാം കോൺവെൻറ്റിൻ്റെ ആൾക്കാർക്ക് അന്ന് അവർക്ക് അതിൻ്റെ വലിയ വില മനസ്സിലായില്ല. വലിയ വില മനസ്സിലാകാത്തതുണ്ടല്ലോ, ഈ പായും തലയാണും കുറേ എടുത്തിട്ട് അടുത്തുണ്ടായിരുന്ന പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിൽ അവർ സാധാരണ ചെയ്യുന്ന പോലെ കൊണ്ടിട്ടു. അപ്പോൾ എന്താണെന്നറിയോ, ആ നാട്ടിൽ, ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഭ്രാന്തനുണ്ടായിരുന്നു, മാനസിക രോഗി. അവൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട്, അറിഞ്ഞുകൊണ്ടൊന്നല്ല, അവൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഈ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതായ, കൊണ്ടിട്ടതായ പായിൽ ഒരെണ്ണം അവനെടുത്ത് അവൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിട്ട് തലയിലിട്ടുകൊണ്ട് നടന്നു. തലയിലിട്ടുകൊണ്ട് നടന്നപ്പോൾ ഉണ്ടല്ലോ, പിറ്റേ ദിവസം മുതൽ ഈ ഭ്രാന്തനല്ലാതായി മാറി. അവന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി. അവന് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമുള്ളവനായി മാറി. അവൻ്റെ മാനസിക രോഗത്തിന് പൂർണ്ണമായ സൗഖ്യം കിട്ടിയെന്ന് ഒന്നും തോന്നുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ. എന്നെപ്പോലെ ഈ കേരളത്തിലെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ കിടന്ന പായ്ക്ക് കർത്താവ് അത്ഭുതകരമായ ശക്തി കൊടുത്തെന്ന്. ആ ശക്തി കൊടുത്തതിൻ്റെ അടയാളമായിട്ടാണ് സഹിച്ച് കിടന്ന ശരീരം, വേദനിച്ച് കിടന്ന ശരീരം, രോഗബാധിതമായ ശരീരം, ആ ശരീരം കിടന്ന പായ്ക്ക് ആര് ശക്തി കൊടുത്തു? ഈശോ ശക്തി കൊടുത്തു. ആ ശക്തിയാണ് അടയാളമായി മാറിയത്. എന്ത്? തലയിലിട്ടുകൊണ്ട് നടന്ന സാധാരണഗതിയിൽ നിങ്ങൾ മെഡിക്കൽ സൈഡുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കൂ. ഒരു മാനസിക രോഗി രോഗത്തിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ കുറേ നാൾ അങ്ങനെ മരുന്ന് മുടക്കം കൂടാതെ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗം വരാതെ ആ അവസ്ഥ മുമ്പോട്ട് പോകും. പക്ഷേ കഴിച്ചു തുടങ്ങിയ മരുന്ന് പിന്നെ നിർത്താൻ പറ്റിയില്ല. വൈദ്യശാസ്ത്രത്തിന് പോലും ഒരു മാനസിക രോഗിയെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഒരു ശരീരത്തിൻ്റെ വിശുദ്ധി, ആ ശരീരത്തിൻ്റെ വിശുദ്ധി കിടന്ന കൊണ്ട് ഒരു വ്യക്തിക്ക് ഈശോ മാനസിക രോഗം മാറ്റിക്കൊടുത്തത്. അൽഫോൻസാമയുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ നല്ല തീക്ഷ്ണതയോടെ ഇനിയുള്ള നാളുകളൊന്ന് വായിച്ചു നോക്കൂ. ഹല്ലേലൂയ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ എൻ്റെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാകണം, മുറിവേൽക്കാത്ത മനസ്സാകണം. മുറിവേറ്റ മനസ്സ് എന്നെ എപ്പോഴും പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. എന്തെന്നാൽ മനസ്സിൻ്റെ മുറിവും പാപം ചെയ്യാൻ, ആത്മാവ് പാപത്തിലേക്ക് നയിക്കുന്ന പ്രേരണ ഉണ്ടാവുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഈ ഉപകരിക്കാത്ത ശരീരം വിശുദ്ധമായി തീരണമെങ്കിൽ എൻ്റെ ആത്മാവ് പാപം
ചെയ്യാത്ത ആത്മാവായിരിക്കണം. ഹല്ലേലൂയാ. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുകയാണ്, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് പോകും. അപ്പൊ ഈ ശരീരം മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ആത്മാവ് ഇതിൽ നിന്ന് പോയാൽ അത് മണ്ണിലേക്ക് മടങ്ങും. അടുത്തത്, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനായ ആത്മാവ് മനുഷ്യൻ നിക്ഷേപിക്കുമ്പോൾ ഈ ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ മരണം അതിലൂടെ മനുഷ്യൻ അവസാനിക്കുന്നില്ല, അത് നിത്യതയിലേക്ക് പോയി നിത്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുക. അപ്പോൾ ആ നിത്യമായ ജീവിതം ആനന്ദപ്രദം, സന്തോഷപ്രദം എന്ന് ദൈവത്തിൻ്റെ മുഖം കണ്ട് അങ്ങനെ ആനന്ദിക്കുമ്പോൾ ഇവിടെ കുഴിച്ചിട്ട ശരീരം പുഴു തിന്നാതെ അതിന് തിരിശേഷിപ്പായി അനേകർക്ക് സൗഖ്യം നൽകുന്ന, മാനസാന്തരം നൽകുന്ന, രക്ഷ നൽകുന്ന അടയാളമൊക്കെ ആയി മാറണമെങ്കിലുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കുന്ന നാളുകളിൽ എങ്ങനെ ജീവിക്കണം? പാപം ചെയ്യാതെ ജീവിക്കണം. അങ്ങനെ പാപം ചെയ്യാതെ നീ ജീവിച്ചോളും എന്ന ഉറപ്പിലാണ് നിനക്ക് എന്ത് തന്നത് ഈശോ? കുമ്പസാരത്തിൽ പറയും, പാപമോചനം തന്നത് എനിക്ക് കിട്ടി ഈശോയെ, സന്തോഷമായ ഈശോയെ. ഇനിയുണ്ടല്ലോ, ഈ കിട്ടിയ നിനക്ക് ഇനി പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നിന്റെ മനസ്സ് പൂർണ്ണമായും സൗഖ്യമുള്ള ആരോഗ്യമുള്ള മനസ്സായി മാറണം. നിന്റെ മനസ്സ് മുറിവേറ്റതാണെങ്കിൽ ഈ മുറിവേറ്റ മനസ്സ് നിന്നെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും, നിർബന്ധിക്കും. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നിന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാകണം? ആരോഗ്യമുള്ള മനസ്സാകണം. മുറിവേറ്റ മനസ്സാണെങ്കിൽ ഈ മുറിവേറ്റ മനസ്സ് നിന്നെ പാപത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി മൂന്നാമത്തെ ഏതാ പറഞ്ഞത്? ശരീരം. നിന്റെ മനസ്സ് മുറിവേറ്റ മനസ്സാണെങ്കിലുണ്ടല്ലോ, എന്താണെന്നറിയത്തില്ല, കുറച്ച് നാളായിട്ട് നടുവിന് വേദന, കൈക്ക് വേദന, കാലിൻ്റെ മുട്ടിന് വേദന, സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റുന്നില്ല. അതെ, നിൻ്റെ ഈ കൈകാലുകളുടെ വേദനയും ബുദ്ധിമുട്ടെല്ലാം കാരണം എന്താണ്? ഇതിൻ്റെ കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നിൻ്റെ മുഴുവൻ ബോഡി, ഹോൾ ബോഡി എന്ത് ചെയ്യുന്നറിയാമോ? സ്കാൻ ചെയ്തു. നിൻ്റെ മുഴുവൻ ബോഡിയും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടി. എന്താ സ്കാനിങ്ങിൽ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്? ഈ വ്യക്തിയുടെ ശരീരത്തിൽ പറയാവുന്ന ഓരോ ശാരീരിക വേദനയ്ക്കും എന്തില്ല, കാരണമില്ലെന്ന്. നിനക്കാണെങ്കിൽ മുട്ട് കുത്താൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, നിന്റെ നടുവാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല, കൈ ആണെങ്കിൽ പൊക്കാൻ പറ്റുന്നില്ല. നിന്റെ ശരീരത്തിൽ വേദനയില്ലാത്ത ശരീരഭാഗമില്ല. പക്ഷേ നിന്റെ മുഴുവൻ ബോഡിയും സ്കാനിങ്ങിൽ കയറ്റി കഴിഞ്ഞപ്പോൾ, ആ സ്കാനിങ്ങിനെ മെഷീൻ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും നിന്റെ മുഴുവൻ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി. പെർഫെക്റ്റ്ലി പറയും, പെർഫെക്റ്റ്ലി ഓക്കെ. ഇത് പിന്നെ എന്താ? അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം പിന്നെ ഈ വേദന എങ്ങനെ പോവും? എന്താണെന്നറിയാവോ? നിൻ്റെ കൈക്കും കാലിനും മുട്ടിനും നടുവിനും പെടലിക്കും ഒക്കെ വേദനയും, സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതിൻ്റെ, മുട്ട് കുത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? കാരണം നിൻ്റെ മനസ്സ് മുറിവേറ്റിരിക്കുക. ഈ മുറിവേറ്റ മനസ്സ് നിന്റെ ശരീരത്തിൽ പലവിധത്തിലുള്ള രോഗമായി, വേദനയായി, ബുദ്ധിമുട്ടായൊക്കെ മാറുന്നതിൻ്റെ കാരണം നിന്റെ മനസ്സും ശരീരവും തമ്മിൽ എന്തുണ്ടെന്നോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു മരുന്നും കഴിച്ചില്ല, നന്നായിട്ട് എൻ്റെ ആ മനസ്സിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഞാൻ ചെയ്ത ചില പാപമെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഉയർത്താൻ പറ്റാത്ത കൈ നന്നായിട്ട് ഉയർത്താൻ പറ്റുന്നു. 1-2 പ്രാവശ്യമൊക്കെ കുടഞ്ഞു നോക്കി, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം. ധ്യാനത്തിന് വരുന്നോളം വരെ മുട്ടുകുത്താൻ പറ്റാത്ത ഞാനിപ്പോൾ ചാടി മുട്ടുകുത്തുവാന്ന്. ഞാൻ അരമണിക്കൂർ പോലും 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാതെ ഞാൻ ഇപ്പൊ അടുപ്പിച്ച് 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ നടുവിന് വേദനയില്ലെന്ന്. എന്താ കാരണം? ഇവിടെ 2 കാരണങ്ങൾ സംഭവിച്ചു. ഒന്നെന്താണെന്നറിയാവോ? എൻ്റെ ആത്മാവിൽ സംഭവിച്ച പാപത്തിന്റെ മാലിന്യങ്ങളെ, പാപത്തിന്റെ കറകളെ കഴിയും ഞാൻ എന്ത് ചെയ്തു? നല്ലൊരു കുമ്പസാരം നടത്തി. നല്ലൊരു കുമ്പസാരം നടത്തിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എൻ്റെ ആത്മാവിന് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ആത്മാവിലെ
പാപത്തിൻ്റെ മാലിന്യങ്ങൾ നല്ലൊരു കുമ്പസാരത്തിലൂടെ കഴുകി കളഞ്ഞപ്പോൾ ആത്മാവിന് കിട്ടിയതായ സൗഖ്യം ശരീരത്തിലെ രോഗം സുഖപ്പെടാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയാ. ഇനിയുണ്ടല്ലോ, ഇന്ന് മനസ്സിന്റെ മുറിവുകൾക്ക് ഈശോ സൗഖ്യം തരും. ഇനി നാലാമത്തേതാ? സ്വഭാവം. നിന്റെ മനസ്സ് മുറിവേറ്റ മനസ്സാണെങ്കിൽ സ്വഭാവത്തിൽ വൈകല്യമുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, എന്താ പറയുക, എന്താ അയാൾ അങ്ങനെ. ചില ഭർത്താക്കന്മാർ 5-6 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞ് തീരുമാനമെടുക്കും. ഭാര്യയുടെ തലയെ തൊട്ടിട്ട് അവസാനത്തെ ഇനി ഞാൻ മദ്യപിക്കുകയില്ല, തലയിലൊക്കെ പിടിച്ച് ശരിയാ. ഭാര്യ കേട്ട് കഴിയുമ്പോൾ സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തറിയോ, അതിന് മുമ്പ് ചെയ്ത 4 മറക്കും. എന്നിട്ട് 5-ാമത്തത് ശരിയായി ചെയ്യുന്ന. ചേടാ, രാവിലെ ഭാര്യയുടെ തലയെ തൊട്ട് സമ്മതിച്ച് തീരുമാനമൊക്കെ പറഞ്ഞു, വൈകുന്നേരം വന്നത് എങ്ങനെയാണ്? ഇന്നലത്തെ പോലെ തന്നെ 4 കാലയിൽ. എന്താ കാരണം? ഈ സ്വഭാവത്തിൽ മദ്യം വിട്ടുപോകാത്തതിൻ്റെ കാരണം എന്താ? കാരണം ഏതോ നാളുകൾ മനസ്സിന് മുറിവേറ്റ് കിടപ്പുണ്ട്. ഈ മനസ്സിൻ്റെ മുറിവ് സുഖപ്പെടാതെ ഈ മദ്യത്തിന് ഉപേക്ഷിക്കാൻ പറ്റിയല്ല. ഇങ്ങനെ ആവർത്തിച്ച് ഈ മദ്യത്തെ ആശ്രയിച്ചപ്പോൾ കടന്നു വന്ന പിശാച് ഇവനെ വെറുതെ വിടിയല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടിയാലേ സ്വഭാവത്തിലെ വൈകല്യം മാറുള്ളൂ. പല വിധത്തിലെ വൈകല്യം. ഞാനിനി നുണ പറയാനും തീരുമാനമെടുത്തു, പക്ഷെ അത് വായി തുറന്നാൽ, സാഹചര്യം വന്നാൽ എന്തേ പറയുള്ളൂ? നുണയെ പറയുള്ളൂ. കുറ്റം പറയാലോ തീരുമാനമെടുത്തു, ധ്യാനമൊക്കെ കൂടി തിരിച്ചുപോയി കുറ്റം പറയാലോ. ഇനി ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ, മറ്റുള്ളവരുടെ കുറ്റം പറയാലോ. ചേടാ, 3 പേരിരുന്ന് കുറ്റം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ വഴിയെ പോയ 4-ാമത്തെ ഞാനും കൂടെ എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ ഇരുന്ന് കുറ്റം പറിച്ച് കുറച്ചും കൂടെ ആഘോഷമാക്കി. കാരണം അവർക്കറിയാത്ത കുറച്ച് കാര്യം കൂടെ 4-ാമത്തെ ആൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്താ കാര്യം? നിന്റെ സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറാത്ത ചില വൈകല്യങ്ങൾ. ഓർത്തോ, സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഏതെല്ലാം വൈകല്യങ്ങളുണ്ടോ, ഈ വൈകല്യങ്ങൾക്കെല്ലാം കാരണം ഏതോ നാളിൽ സംഭവിച്ച മനസ്സിൻ്റെ മുറിവാ. എന്താ? നിന്റെ മനസ്സും നിന്റെ സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടെന്ന്. നിന്റെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ നിനക്ക് പാപം ചെയ്യാതെ, സ്വഭാവത്തിൽ വൈകല്യമില്ലാതെ സ്വഭാവ ഗുണമുള്ള വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിന്റെ സ്വഭാവത്തിലേക്ക് നോക്കിയിട്ട് എൻ്റെ സ്വഭാവത്തിന് വിട്ടുമാറാത്ത വൈകല്യങ്ങൾ ഏതൊക്കെ? എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം, പിടിവാശി, എനിക്ക് പല വിധത്തിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന പ്രവണത, കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പ്രവണത, എപ്പോഴും ഏതിനും കയർത്ത് സംസാരിക്കുന്ന പ്രവണത. ഇങ്ങനെ എൻ്റെ സ്വഭാവത്തിന് വിട്ടുമാറാത്ത ഏതെല്ലാം പ്രവണതകളുണ്ടോ, ഈ പ്രവണതകളുടെ എല്ലാം പിന്നിൽ ഏതോ നാളിൽ സംഭവിച്ച മനസ്സിൻ്റെ മുറിവുണ്ട്. അപ്പോൾ ഈ മനസ്സിൻ്റെ മുറിവ് സുഖപ്പെട്ട് കിട്ടിയാലേ ഏത് മാറുള്ളൂ? സ്വഭാവത്തിലെ വൈകല്യം മാറുള്ളൂ. ഇനി 5-ാമത്തെ കാര്യമാണ് ഏതാ? ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവും. നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല, ലാഭം ഉണ്ടാവും, വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, അപമാനം ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, സമ്പത്തും ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും. ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും. ജീവിതത്തിൽ ഏത് വ്യത്യസ്തമായ അവസ്ഥകളുണ്ടായാലും ഈ അവസ്ഥകളിലെല്ലാം തളരാതെ, താഴാതെ, നിരാശപ്പെടാതെ, ദുഃഖിക്കാതെ, അഭിമാനത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കണമെങ്കിൽ നിന്റെ ജീവിതം ഏതവസ്ഥയിലും സന്തോഷപ്രദമായി തീരണമെങ്കിൽ എന്ത് വേണം? നിന്റെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാകണം. മുറിവേറ്റ മനസ്സാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖവും നിരാശയും പരാതിയും പരിഭവമായിരിക്കും. അപ്പം നീ എന്തിക്ക്? വിട്ടുമാറാത്ത ദുഃഖം നിന്നെ കിടപ്പുണ്ടെങ്കിൽ, പരാതി നിന്നെ കിടപ്പുണ്ടെങ്കിൽ, സംതൃപ്തിയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ, കുറ്റബോധമുണ്ടെങ്കിൽ, ഇതെല്ലാം നെഗറ്റീവാണ്. നിൻ്റെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള വിട്ടുമാറാത്ത നെഗറ്റീവ് പ്രവണതകളുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പ്രവണതകളുടെ എല്ലാം കാരണം ഏതോ നാളിൽ മനസ്സിന് ഏറ്റവും മുറിവാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Hallelujah.